ഗൈസ്, നമ്മുടെ ഈ കുഞ്ഞു ലോകത്ത് രണ്ടു തരം ആൾക്കാരാണുള്ളത്. ഒന്ന് സ്വന്തം തെറ്റ് മനസ്സിലാക്കി അതിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കുന്നവർ. രണ്ടാമത്തെന്ന് വെച്ചാൽ തെറ്റ് മനസ്സിലാക്കിയിട്ടും പിന്നെയും അപരാധങ്ങൾ കാണിച്ചു കൂട്ടി മൂമ്പി പോകുന്നവർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു അവതാരത്തെ പറ്റിയാണ് ഗൈസ്. അവരാധ ചോദ്യങ്ങളുടെ മുഴുവൻ രൗദ്രഭാവം വായിച്ച ഈ മൈരനിപ്പോ പേര് ഉൾപ്ലസ് മാൻ എന്നാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ഞങ്ങൾ പോകാതെ ഇരിക്കണോ? In this Kerala, so many youngsters got a chance to travel in air. പക്ഷെ അവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതേ കണക്ക് തന്നെ തിരിച്ചിറങ്ങും. ബട്ട് നമ്മൾ ഉൾപ്ലസ് മാൻ അങ്ങനെയൊന്നുമല്ല. ഹീ ഈസ് ഓൾവേസ് ഇൻ എയർ. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? അജിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ അങ്കേഴ്സ് ഇന്റർവ്യൂവിന് മുന്നേ ചിന്തിക്കുന്നത് ഇന്റർവ്യൂ എങ്ങനെ നല്ലതാക്കാം, വരുന്ന ആളെ ബോറടിപ്പിക്കാതെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുക എന്നൊക്കെ അല്ലേ. ബട്ട് നമ്മൾ ഉൾപ്ലസ് മാൻ അങ്ങനെയൊന്നല്ല ചിന്തിക്കുന്നത്. അണ്ണന്റെ ചിന്തയെ വേറെ ലെവലാണ്. അതേതോ ഈ വേറെ ലെവൽ. ഇവൻ ചിന്തിക്കുന്നത് ഇന്ന് എന്തൊക്കെ അപരാധങ്ങൾ ചോദിക്കാം, വരുന്ന ഗസ്റ്റിനെ എങ്ങനെ വെറുപ്പിച്ച് കൈ കൊടുക്കാന്നൊക്കെയാണ്. ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള അപരാധിച്ച ചോദ്യങ്ങളാണ് അണ്ണന്റെ മെയിൻ. ഇതില്ലാതെ അണ്ണനെ കൊണ്ട് ഇന്റർവ്യൂ നടത്താൻ പറ്റൂല. അതിന്റെ മാസ്റ്റർ പീസാണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. എനിക്ക് മനസ്സിലാകാത്തതേ ഇത്രയും നിനക്ക് ഇതെന്നല്ല ഒന്നും മനസ്സിലാകത്തില്ല. നിനക്ക് ഇതെന്നല്ല ഒരു വകയും മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങനെ മനസ്സിലാകത്തില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കത്തില്ല. അതെ ഗൈസ്, അതെ. ഈ മൊണ്ണേനൊക്കെ ഇവിടെ പിടിച്ചിരുത്തിയതിനാണോ ആദ്യം ചവിട്ടി കൂട്ടാൻ? അങ്ങനെ ഇവനോടെ പിടിച്ചിരുത്തിയോണ്ടല്ലേ ഈ അപരാധങ്ങൾ നമ്മളിവിടെ കാണേണ്ടി വന്നത്. ഹലോ, യൂട്യൂബിൻ്റെ മുതലാളിയല്ലേ? അണ്ണൻ്റെ വാട്സപ്പിലോട്ട് ഞാനൊരു പിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പിക്കിലുള്ള വീഡിയോസൊക്കെ ഒന്ന് ബാൻ ചെയ്ത് തരാൻ പറ്റുമോ? ഹലോ അണ്ണ കേൾക്കാൻ പറ്റുന്നുണ്ടോ? മായൊരു കട്ടായെന്ന് തോന്നുന്നു. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. മായൊരു ഓമ്പിയല്ലേ അംജിക്കയും പേര് പറ. ഗൈസ്, വരുന്ന ഗസ്റ്റിന്റെ പേര് പോലും നോക്കി വെക്കാത്ത ഇവനൊക്കെ എവിടത്തെ ആങ്കറാണ്. മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. പിന്നെ സൗകര്യമില്ല. ഞാൻ ഇപ്പൊ അങ്ങനെ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ? എനിക്ക് സൗകര്യമില്ല. നീ ഡയലോഗ് പറയാനോ ആട്ടാനോ അല്ലല്ലോ നിങ്ങൾ എന്നെ വിളിച്ചത്. അല്ലല്ലോ. വരുന്നവരും പോണവരും അറഞ്ചം പുറത്തി എടുത്തിട്ട് നോക്കിയാലും ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അത് നമ്മൾ ഉളുപ്ലസ് മാനെ കൊണ്ടേ പറ്റുള്ളൂ. ഗൈസ്, കാണ്ടാമൃഗങ്ങളാണ് ഇവന്റെ തൊലിക്കെട്ടി കണ്ട അതപ്പോ തലവല്ലിച്ചാകും ഗൈസ്. പക്ഷെ അണ്ണന്റെ കയ്യിൽ ഒരു പോസിറ്റീവ് സംഭവം ഉണ്ട്. അത് ചിലപ്പോൾ അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് കൊണ്ടായിരിക്കും. ഇദ്ദേഹത്തെ എത്ര അലക്കിയാലും എത്ര അറഞ്ചം പുറഞ്ചം എടുത്തിട്ട് നോക്കിയാലും അതെല്ലാം ചിരിച്ചു കൊണ്ടിരുന്നേ നമ്മുടെ ഉളുപ്ലസ് അണ്ണൻ കേൾക്കുകയുള്ളൂ. അത് ഇദ്ദേഹത്തിന്റെ വലിയൊരു പോസിറ്റീവ് സൈഡ് അല്ലേ? ഇദ്ദേഹത്തിൽ നിന്നും നാം പഠിക്കേണ്ട ഒരു സംഭവമല്ലേ അത്? കോപ്പാണ് ഓരോരുത്തർ വന്ന് അറഞ്ചം പുറഞ്ഞ് അണ്ണാക്കിയിട്ട് അലക്കി വിടുമ്പം പിന്നെ അവിടെ നിന്ന് കരയാൻ പറ്റും, വിളിച്ചോണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ എല്ലാം കേട്ടോണ്ട്. ഗൈസ്, ഇത്രയൊക്കെ ആയിട്ടുപോലും ഈ വാഴയ്ക്ക് മനസ്സിലാവുന്നില്ല. ആരെങ്കിലും അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയെങ്കിലും ചെയ്യുമെന്ന്. ഈ വാഴയ്ക്ക് ആങ്കറിങ് ചെയ്യാനുള്ള കഴിവില്ലെന്ന്. അല്ലെങ്കിൽ ഇജാതി അപരാധങ്ങൾ ഇനിയും നമ്മൾ കാണേണ്ടി വരും. ഗൈസ്, ജന്മന കഴിവുള്ളവർ ആ കഴിവ് കാണിച്ച് അതിലൂടെ സക്സസിലെത്തും. ഇനി ജന്മന കഴിവില്ലാത്തവർ അവരെ ഹാർഡ് വർക്കിലൂടെ സക്സസിലെത്തും. പക്ഷെ ഇവനെപ്പോലുള്ളമാര് എന്തിനാണ് ഈ കഴിവേരത്തിന് മാത്രം കാണിച്ച് നടക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും അണ്ണന്റെ ഇന്റർവ്യൂവിന്റെ നിലവാരം കാരണം അണ്ണ ഇപ്പൊ നടക്കുന്നത് ചെറശ്ശേരി കുളം ചന്തന്ന് വാടകയ്ക്കെടുത്ത് 2 അണ്ണന്മാരെ ഇപ്പൊ ബോഡി ഗാർഡൊക്കെ ആയിട്ട് വെച്ചോണ്ടാണ്. അവരത് ചോദ്യങ്ങൾക്ക് ശേഷം ഉളുപ്ലസ് അണ്ണൻ പുതുതായിട്ട് അവതരിപ്പിക്കുന്ന പുതിയ ഐറ്റം എന്നാ ഒന്ന് കാണിക്ക് ശ്രാങ്കേ. എല്ലാവരും കണ്ടോടാ എന്റെ ശിക്ഷന്റെ പുതിയ ഐറ്റം. എൻ്റെ ഹൃദയം മൊത്തത്തിൽ ഞാൻ അങ്ങ് തരുവാ. ഓക്കെ, മാളുവിന് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയം കൊണ്ടുവന്നിട്ടുണ്ട്. തരട്ടെ? നിനക്ക് എന്നാടാ? നിനക്കൊക്കെ രണ്ടിനും എന്നാടാ കടയാടി മക്കളെ. തരട്ടെ? എന്തോന്നുള്ളത് ഇതൊക്കെ ഇരുന്ന് വെറുപ്പിക്കാനായിട്ട് എടുത്ത ആ വെറുപ്പിക്കൽ കണ്ട് ഇജ്ജാത്ത് എക്സ്പ്രഷനെ വേറെ എടുത്തി. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുൻപിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് മാളുവേ. മാളു പിടിക്കടാ. മറ്റേ ഓഫ് ഫീലിംഗ്. എടാ വൈപ്പ പെണ്ണിന്റെ അടുത്ത് ഐ ലവ് യു എന്നല്ലേ പറഞ്ഞ? തന്നടാ, ഞാനും കേട്ടോ അങ്ങനെ തന്നെ പറഞ്ഞത്.
അവളങ്ങനെ ഇവനെ സെറ്റ് ആവണോ ഇനി? ആറോ വാ നമുക്ക് നോക്കാം.